പാലിയേക്കരയിൽ തിങ്കളാഴ്ച മുതൽ വീണ്ടും ടോൾ പിരിവ് അനുവദിക്കും. വ്യവസ്ഥകളോടെയാകും ടോൾ പിരിവിന് അനുമതി നൽകുക എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച ഉത്തരവ് തിങ്കളാഴ്ച ഇറക്കുമെന്നാണ് ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിരിക്കുന്നത്. ടോൾ പിരിവ് ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരും കരാർ കമ്പനിയും വലിയ സമ്മർദ്ദമാണ് ഉയർത്തിയത്. പാലിയേക്കരയിൽ വീണ്ടും ടോൾ പിരിവ് തുടങ്ങാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തിങ്കളാഴ്ചയായിരിക്കും ഇത് സംബന്ധിച്ച ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിക്കുക. ചില വ്യവസ്ഥകളോടുകൂടി മാത്രമേ ഇനി ടോൾ പിരിവ് നടത്താൻ കഴിയൂ എന്നത് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി കഴിഞ്ഞു. ആ വ്യവസ്ഥകൾ എന്തൊക്കെയെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിധി പറയുന്നത് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ടോൾ തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് തിങ്കളാഴ്ചയോടുകൂടി പിൻവലിക്കും എന്ന് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അനന്തമായി ഈ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഏതാണ്ട് തൃപ്തികരമായ രീതിയിൽ വന്നതായി ജില്ലാ കളക്ടർ അടക്കം ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ആമ്പല്ലൂരിൽ വീണ്ടും ചില കുഴികൾ പ്രത്യക്ഷപ്പെട്ടതായി ഇന്ന് ജില്ലാ കളക്ടർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില വ്യവസ്ഥകൾ കോടതി മുന്നോട്ട് വയ്ക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായൊരു മോണിറ്ററിംഗ് സംവിധാനം ഇവിടുത്തെ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിലും ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്ന കാര്യത്തിലും കോടതി മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമിതിയെ വെച്ചാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഹൈക്കോടതി നേരിട്ട് അറിഞ്ഞുകൊണ്ടിരുന്നത്. അത്തരത്തിലൊരു സ്ഥിരമായ ഒരു സമിതിയെ തന്നെ കോടതി നിയമിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതെന്തൊക്കെയെന്നത് തിങ്കളാഴ്ച വ്യക്തമാകുകയും ചെയ്യും. എന്തായാലും കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ശക്തമായ വാദങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ നേരിട്ട് ഹാജരായി ടോൾ പിരിവ് ഉടൻ ആരംഭിക്കണം എന്ന് കോടതിയിൽ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ കരാർ കമ്പനിയും ടോൾ പിരിവിന് വേണ്ടിയുള്ള സമ്മർദ്ദം കോടതിക്ക് മുന്നിൽ ഉയർത്തി. ഏതാണ്ട് 300ഓളം ജീവനക്കാർ ഈ കരാർ കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അവർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും വേഗം ടോൾ പിരിവ് ആരംഭിക്കണം എന്നതായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത്. എന്തായാലും തിങ്കളാഴ്ച ടോൾ പുനഃസ്ഥാപിക്കുമെന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഇനി അറിയേണ്ടത് എന്തൊക്കെ വ്യവസ്ഥകളാണ് അതിൻ്റെ ഭാഗമായി വരാനിരിക്കുന്നത് എന്നതാണ്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.